വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള, കുട്ടികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ് അധികവും. സെക്ഷൽ ഹരാസ്മെന്റും അതോടൊപ്പം തന്നെ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളുമാണ് കൂടുതലുമായിട്ട് ഇത്തരം കേസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അപ്പൊ അത് കേരളം പോലുള്ളൊരു സമൂഹത്തില് നമ്മള് ഡെവലപ്ഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിൽ, അതായത് ഈക്വാലിറ്റി, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈക്വാലിറ്റി കൂടുതലായി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ സമൂഹത്തില് ഇപ്പോ വീണ്ടും സ്ത്രീധനത്തിന്റെ പേരിലും സ്ത്രീകളുടെ വിവാഹത്തിന് ശേഷവും അവർക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നതും, അതിന്റെ പേരിൽ, സ്ത്രീധനത്തിന്റെ പേരിൽ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുകയും അല്ലെങ്കിൽ അവരെ കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ ധാരാളം, ഈ വർഷം തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ധാരാളം സംഭവങ്ങൾ അങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ പീഡനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അപ്പൊ അതിന് സർക്കാരുകൾ പറയുന്ന നേരത്തെയുള്ളൊരു ന്യായമുണ്ട്. അതായത് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് വരാൻ സ്ത്രീകൾ ധൈര്യം കാണിക്കുന്നത് കൊണ്ടാണ് ഇത്തരം കേസുകൾ ധാരാളമായിട്ട് നമുക്ക് ഇന്ന് കാണുന്നത്. പണ്ടും അങ്ങനത്തെ കേസുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ന്യായങ്ങളൊക്കെ നമുക്ക് പറയാമെങ്കിലും, പക്ഷെ ഞാൻ എന്നെ മനസ്സിലാക്കിയെടുത്തോളം ഒരു സ്റ്റേഷനുകളിൽ പോയി സ്ത്രീകൾക്ക് ഇപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ പറയുന്നതിന് ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇപ്പോ 498 എന്ന് വെച്ചാൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ നേരത്തെ പോലെ കേസ് എടുക്കുന്നില്ല. കാരണം സ്ത്രീകൾ പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ ആ പരാതി, ഇപ്പൊ ലോ കമ്മീഷന്റെ ഒരു നിർദ്ദേശപ്രകാരം, DGPയുടെ ഉത്തരവ് പ്രകാരം ഏത് ഗാർഹിക പീഡന പരാതിയിലും ആദ്യം കൗൺസിലിംഗ് നടത്തി അവർ തമ്മിൽ പ്രശ്ന പരിഹാരം ഉണ്ടായെങ്കില്ലെങ്കിൽ മാത്രമേ കേസെടുക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ധാരാളം കേസുകൾ അങ്ങനെ എടുക്കാൻ കഴിയാതെ തന്നെ പോവുകയാണ്. എടുക്കുന്ന കേസുകളുടെ എണ്ണമാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഈ കൗൺസിലിംഗിന് ശേഷവും എടുക്കുന്ന കേസുകളുടെ എണ്ണമാണ് നമ്മളിപ്പോൾ പറയുന്ന ഈ സൂചനയിൽ വന്നിരിക്കുന്ന FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകൾ എന്ന് പറയുന്നത്. ഈ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷൻ നമുക്കിത് എങ്ങനെ പരിഹരിക്കാമെന്ന് പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തു. നമ്മളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷനുകൾ, നമ്മൾക്ക് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന ഒരു സമയത്ത്, അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്താണ് ഒരു ജനകീയ പോലീസിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ സ്ത്രീകൾക്കാണെങ്കിലും ജനമൈത്രി എന്നത്, ഇപ്പൊ ഇന്നത്തെ ജനമൈത്രി സ്റ്റേഷനുകളെല്ലാം പഴയ പോലീസ് സ്റ്റേഷനുകളുടെ ആദ്യ സ്വഭാവത്തിലേക്ക് മാറ്റിയതായിട്ടുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ധാരാളം സ്ത്രീകളെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും സർക്കാർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഒരു സ്ത്രീകളെ അംഗീകരിക്കുകയും സ്ത്രീകൾക്ക് ഒരു തൊഴിലവസരം നൽകുകയും സ്ത്രീകൾക്ക് സാമൂഹികമായി പവറുള്ള ഒരു ജോലി അവരെ ഏൽപ്പിക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതൊരു വളർച്ച ആ സ്ത്രീകൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ എത്തിപ്പെടുന്ന വനിതാ പോലീസുകാരി സ്ത്രീകളോട്, അവരുടെ പരാതികളോട് ഏത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ നിലനിൽക്കുന്ന മേലുദ്യോഗസ്ഥന്റെ പുരുഷാധിപത്യ നിലപാട് തന്നെയാണ് ഈ വനിതാ പോലീസുകാരും പരാതികളുമായി വരുന്ന സ്ത്രീകളോട് എടുക്കുന്നത്. എനിക്ക് ഒരുപാട് കേസുകൾ അറിയാം. നമ്മളിതൊരു പൊളിറ്റിക്കലായിട്ട് ആളുകൾ കാണുമ്പോഴാണ് നമുക്ക് പറയാൻ തന്നെ പ്രയാസമാണ്. കാരണം പൊളിറ്റിക്കലായിട്ട് കാണാതെ ഇതിന്റെ സത്യാവസ്ഥയെ അനലൈസ് ചെയ്യാൻ ആളുകൾ തയ്യാറാവണമെങ്കിൽ മാത്രമേ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാവൂ. അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടുണ്ട് നിരവധി പരാതികൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ പരാതികളിൽ പ്രതിപക്ഷം അതിനെ രാഷ്ട്രീയമായി മാത്രമാണ് ഉപയോഗിക്കുന്നത്, ഭരണപക്ഷം അതുകൊണ്ട് തന്നെ അതിനെ ഡിഫൻസിലേക്ക് പോവുകയാണ്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളെപ്പോലുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം, പോലീസ് സ്റ്റേഷനുകൾ ജനകീയമാവുക എന്ന് പറയുന്നത്, സ്ത്രീ സൗഹൃദമാവുക എന്ന് പറയുന്നത് ഇന്നും അകലെയുള്ള ഒരു സ്വപ്നമായി നമ്മൾക്കിപ്പോൾ നിൽക്കുകയാണ്. കാരണം ഞാനിപ്പോ ഈ കഴിഞ്ഞ 2 മാസക്കാലമായി എൻ്റെ അടുത്ത് വന്ന നിരവധി കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പോലീസ് സ്റ്റേഷൻ, ഞാൻ മജിസ്ട്രേറ്റിനോട് തന്നെ ഈ വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. സ്ത്രീകൾക്ക്, അതായത് പ്രതികൾക്കാണ് കൂടുതലായിട്ടുള്ള ഒരു അംഗീകാരവും ഒക്കെ കൊടുക്കുന്നത്. കാരണം ഈ പ്രതികളിൽ പലരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരായിരിക്കും. അവര് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിൽ നടക്കുന്ന ആളുകളായിരിക്കും അവര്, അല്ലെങ്കിൽ അവര് ആ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. വിക്ടിമായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് പലപ്പോഴും അതിന് കഴിയില്ല. അപ്പോൾ വിക്ടിംസിന് ഒരിക്കൽ നീതി കിട്ടുന്നുണ്ടോ എന്നാണ് ഇതിൽ നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പൊ ഇത്ര 96,000 കേസുകൾ ഉള്ളത് ഈ 5 വർഷക്കാലം എന്ന് പറയുമ്പോൾ ഓരോ കേസുകളിലും വിക്ടിമിന് നീതി കിട്ടിയിട്ടുണ്ടോ?
ഇപ്പൊ ഫയൽ ചെയ്ത കേസുകളിൽ നമുക്കത് പരിശോധിക്കാൻ പറ്റില്ല. പക്ഷെ നേരത്തെ ഫയൽ ചെയ്ത കേസുകളിൽ വിക്ടിംസിന് നീതി കിട്ടുന്നുണ്ടോ എന്ന് പറയുന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. അങ്ങനെ പരിശോധിക്കുമ്പോൾ മാത്രമാണ് ഈ ക്രൈം സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് തുടച്ചു നീക്കാനായിട്ട് കഴിയുക. അതല്ല എങ്കിൽ ഇതൊക്കെ സാമൂഹ്യ വിഷയങ്ങളായിട്ടാണ് കാണേണ്ടത്. അല്ലാതെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കണ്ടാൽ നമുക്കിതിന് പരിഹാരവുമില്ല, ആരും പരിഹരിക്കാൻ ശ്രമിക്കുകയുമില്ല. അപ്പൊ നമ്മളൊരു സാമൂഹ്യ വിഷയമായിട്ട് കാണുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇങ്ങനെ അവർക്ക് നമ്മൾ 96,000 പരാതികളിൽ നിങ്ങൾ ഓരോ വർഷത്തെയും ഒരു 10 പരാതി എടുത്തിട്ട് ആ സ്ത്രീകളെ വിളിച്ച് നിങ്ങൾ സംസാരിക്കണം. അവർക്ക് എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും അല്ലെങ്കിൽ നിയമ സംവിധാനത്തിൽ നിന്നും അവർക്ക് നീതി കിട്ടുന്നതായിട്ട് അവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോഴാണ് ഇതിന്റെ ഒരു കാര്യം കൂടെ, ഇപ്പോൾ നമുക്കറിയാം ലോകത്ത് 1 മിനിറ്റിൽ ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നാണ് UN പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്? നേരത്തെ മാം പറഞ്ഞതുപോലെ തന്നെ തുറന്നു പറയാൻ പലർക്കും മടിയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം, മറ്റുള്ള കൂടെയുള്ളവരുടെ ജീവിതം, അങ്ങനെ കിടക്കുന്ന ഒരുപാട് കടമ്പകൾ ഈ ആങ്കർ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ പല കേസുകളും കുടുംബത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കേസുകളാണ്. സെക്ഷൽ ഹരാസ്മെന്റ്, സ്ത്രീകൾക്കെതിരായിട്ടുള്ള സെക്ഷൽ ഹരാസ്മെന്റോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഗാർഹിക പീഡന കേസുകളോ എല്ലാം കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് സ്ത്രീകളിൽ പലരും ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള സഹിക്കാൻ കഴിയാത്ത പീഡനങ്ങളാണ് പോലീസ് സ്റ്റേഷനുകളിലേക്ക് വരുന്നത്. അല്ലാത്ത എല്ലാം നമ്മൾ ഇപ്പോഴും വീടുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതിരിക്കാൻ ഇപ്പൊ കുട്ടികൾക്കെതിരായിട്ടുള്ള ഹരാസ്മെന്റ്, അതിൽ ആണായട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ആ ഹരാസ്മെന്റുകൾ, സെക്ഷൽ ഹരാസ്മെന്റുകൾ പല സമൂഹത്തിലും പല കുടുംബങ്ങളിലും ഒളിച്ചു വെക്കപ്പെടുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിയമം കർശനമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഏത് ഹരാസ്മെന്റിനും അപ്പൊ തന്നെ പോലീസിൽ അറിയിച്ചാൽ പോക്സോ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസ് എടുത്തില്ലെങ്കിൽ ആ പോലീസുകാർ തൂങ്ങും. ഇത് അറിഞ്ഞിട്ട് പറഞ്ഞില്ലെങ്കിൽ അറിയുന്ന ആൾ തൂങ്ങും. അപ്പൊ സ്കൂളുകളിലാണെങ്കിലും ഒരു കൗൺസിലിംഗ് സെന്റേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് കൂടിയാണ് ഈ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യണത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് വന്നൊരു കേസായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയത് വെച്ചാൽ സ്കൂളിലെ കൗൺസിലിംഗ് സെന്റേഴ്സ് പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള ഈ സെക്ഷൽ ഹരാസ്മെന്റ് കുടുംബങ്ങളിൽ ഉണ്ടാകുന്നതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അല്ലെങ്കിൽ പുറത്ത് അവരനുഭവിക്കേണ്ടി വരുന്ന പല ഹരാസ്മെന്റുകൾക്കും അതും ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് സ്കൂളുകളുടെ കൗൺസിലിംഗ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പല പരാതികളും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുന്നത്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ. പക്ഷെ ഇത് ഞാൻ 2 കാര്യങ്ങളാണ് എനിക്കിത് പറയാനുള്ളത്. ഒന്ന്, ഇത് സൂക്ഷ്മമായി പരിശോധിക്കേണ്ട കാര്യം. 2, ഇത് ഒരിക്കലും മിസ്യൂസ് ചെയ്യരുന്നുള്ള സ്ത്രീകളെ പ്രൊട്ടക്ട്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ സെക്ഷൽ ഹരാസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് പൊളിറ്റിക്കലായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ജെനുവിനായിട്ടുള്ള കക്ഷികൾക്ക് ഇതിന്റെ ഗുണം കിട്ടാതെ പോവുകയാണ്. അതായത് സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഈ സമൂഹത്തിൽ നമ്മളുടെയൊക്കെ ഭയങ്കര ഫൈറ്റുമായി ബന്ധപ്പെട്ടുണ്ട്. പല ജനവിഭാഗങ്ങളുടെ പലതരത്തിലുള്ള സ്ത്രീകളുടെ പലതരത്തിലുള്ള ഫൈറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പല നിയമനിർമ്മാണങ്ങളും നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആ നിയമങ്ങൾ യഥാർത്ഥത്തിൽ ഒരിക്കലും ഒരാളെ ഹരാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.